ഹായ് എവരിവൺ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയില്ലേ എനിക്കും ഒരു എയർ ടാഗ് വാങ്ങണം, എൻ്റെ ബാഗിൽ തൂക്കിയിടണം, അതേപോലെ എൻ്റെ കാറിൻ്റെ കീയും ബൈക്കിൻ്റെ കീയൊക്കെ ഇതേപോലെ ട്രാക്ക് ചെയ്യാൻ പറ്റണമെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്, അതേപോലെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ ആപ്പിളിൻ്റെ എയർ ടാഗ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 3500 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് എയർ ടാഗ് വാങ്ങിക്കാൻ എല്ലാ ആപ്പിൾ യൂസേഴ്സിനെയും ഒന്ന് പിന്നിലേക്ക് വലിക്കുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് ആപ്പിളിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുന്ന ഒരു ടാഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ പേരാണ് ജിയോ ടാഗ് എയർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനും അതേപോലെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഈ ഒരു ടാഗിൻ്റെ വില എന്ന് പറയുന്നത് 1500 രൂപയാണ്. ആപ്പിൾ എയർ ടാഗിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ പറഞ്ഞ ജിയോയുടെ ഈ ഒരു ടാഗിൽ കിട്ടും. സോ ബൈ എയർ ടാഗ്. ഈ ഒരു എയർ ടാഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, ആ സെയിം സ്പെക്കും ഫീച്ചേഴ്സും നമ്മുടെ ജിയോ ടാഗിലും ലഭിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഇൻഡെപ്ത് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും കാണുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ ദിസ് ഇസ് എബിൻ സേവിയ, വെൽക്കം ബാക്ക് ടു എവിക്ക. ജിയോ ടാഗ് എയർ ഈ ഒരു പ്രൊഡക്റ്റ് ആപ്പിൾ ഫൈൻഡ് മൈയിൽ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പിൾ യൂസേഴ്സിന് ഏറ്റവും നല്ലൊരു ഫൈൻഡിങ് ഡിവൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ബാക്കിൽ തുറന്നിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ ബോക്സിനുള്ളിൽ നമുക്ക് എല്ലാം പുറത്തേക്ക് എടുക്കാം. ഇവിടെ കുറച്ച് പേപ്പർ ബോക്സ് വരുന്നുണ്ട്, അതേപോലെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് നമുക്ക് വരുന്നുണ്ട്, ആൻഡ് ഒരു അഡീഷണൽ ബാറ്ററി നമുക്കിവിടെ വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ജിയോ ടാഗ് നമുക്കിവിടെ കാണാം. ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. ഈ പറഞ്ഞ ജിയോ ടാഗിൽ നമുക്ക് അഡീഷണലായിട്ട് 2 കളേഴ്സും കൂടെ വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ എയർ ടാഗ് വെച്ച് നോക്കുമ്പോൾ സൈസിൽ ആ ഒരു ഫോം ഫാക്ടർ നോക്കുകയാണെങ്കിൽ ജിയോ ടാഗ് കുറച്ചും കൂടെ തിന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഡിവൈസിൻ്റെ പുറകിൽ ജിയോ എന്ന് കറക്റ്റായിട്ട് ഒരു ടാഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ചൊരു എസ്തെറ്റിക് പർപ്പസ് അല്ലെങ്കിൽ കുറച്ച് ഗ്രിപ്പി ആയിട്ടുള്ള ഒരു സർഫസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. നമ്മുടെ ഡിവൈസ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്, റെഡി ടു പെയർ ആണ്. നമ്മുടെ ഐഫോൺ എടുക്കാം. ഫൈൻഡ് മൈ എന്ന ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഐറ്റംസിൽ പോവാം. ഇവിടെ ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ആഡ് അനദർ ഐറ്റം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ സെർച്ചിങ് ഫോർ ഐറ്റംസ് ഉണ്ട്, നമ്മൾ അടുത്ത് വെക്കുക. ജിയോ എയർ ടാഗ് എന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് കണക്ട് കൊടുക്കാം. നെയിം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എബിൻസ് കാർ കീ എന്ന് കൊടുക്കുകയാണ്. എബിൻസ് കാർ കീ കൊടുത്തു, ഡൺ കൊടുത്തു. ഇമോജി നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു കാറിൻ്റെ ഇമോജി എടുക്കുകയാണ്. കാറിൻ്റെ ഇമോജി എടുത്തു, കണ്ടിന്യൂ കൊടുത്തു. എൻ്റെ ആപ്പിൾ ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഡിവൈസ് ഇപ്പോൾ എൻ്റെ ഫൈൻഡ് മൈ നെറ്റ്വർക്കായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഡയറക്ഷൻസ് ഇൻ മാപ്പ്, പ്ലേ സൗണ്ട്, ലോസ്റ്റ് മോഡ്, ഷെയർ വിത്ത് ഐറ്റംസ് അല്ലെങ്കിൽ ഷെയർ യുവർ ഐറ്റംസ് എന്നുള്ള എല്ലാ ഓപ്ഷൻസും, നമ്മുടെ എയർടെലിലെ എല്ലാ ഓപ്ഷൻസും ഇതിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫിനിഷ് കൊടുക്കാം. ആക്ച്വലി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഈ പറഞ്ഞ ജിയോ ടാഗും എയർ ടാഗും കണക്റ്റ് ആയിട്ടുണ്ട്. ഈ പറയുന്ന ജിയോ ടാഗും എയർ ടാഗും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ എയർ ടാഗിനെ വെച്ച് നോക്കുമ്പോൾ ജിയോ ടാഗിന് നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് വരുന്നത്. അത് ട്രൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇപ്പോൾ സൗണ്ട് ടെസ്റ്റ് നോക്കാം. നേരെ നമ്മുടെ ഈ പറഞ്ഞ എയർ ടാഗ് എടുക്കാം. നമുക്ക് സൗണ്ട് ടെസ്റ്റ് ചേർക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോയ്സ് എടുക്കാം. ഒന്നുകൂടെ ട്രയൽ ചെയ്യാം. ഒരു 63 മുതൽ 85 ഡെസിബിൾ വരെയാണ് എയർ ടാഗിൻ്റെ സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് ലൗഡ്നെസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ പറഞ്ഞ ജിയോ ടാഗ് നമുക്ക് എടുക്കാം. സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം ഒരു 110 ഡെസിബിൾ വരെയും ഈ പറഞ്ഞ ജിയോൻ്റെ സൗണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് മറന്നു പോവുകയാണെങ്കിൽ ഇത്രയും ലൗഡായിട്ടുള്ള നോയ്സുകളുണ്ട്, കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി അടുത്തൊരു കാര്യമാണ് പ്രിസിഷൻ ഫൈൻഡിങ് എന്ന് പറയുന്നത്.
ആപ്പിളിൻ്റെ എയർ ടാഗിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ പ്രിസിഷൻ ഫൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ എയർ ടാഗ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നിയർ ബൈ ആയിട്ട് വരുമ്പോൾ ഈ പറഞ്ഞ ഫൈൻഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഡിവൈസിൽ ഓട്ടോമാറ്റിക്കലി ആ ഡയറക്ഷൻസ് നമുക്ക് കാണിക്കും. ഈ പറഞ്ഞ U1 ചിപ്പിൻ്റെ ഗുണമാണ് ഈ ഒരു പ്രിസിഷൻ ഫൈൻഡിങ്ങിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു കാര്യം നമുക്ക് ജിയോ ടാഗിൽ ലഭിക്കില്ല. നമുക്ക് ഒരു എക്സാക്ട് ലൊക്കേഷൻ അല്ലെങ്കിലും ആ ഒരു ലൊക്കേഷനിൽ നമ്മൾ എത്തിക്കാനായിട്ട് ഈ ഒരു ജിയോ ടാഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു കാര്യം മാത്രമാണ് ജിയോ ടാഗിനെ വെച്ച് നോക്കുമ്പോൾ എയർ ടാഗിന് കുറച്ചും കൂടെ ഇംപ്രവൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ലോ ബഡ്ജറ്റിൽ ഈ പറഞ്ഞ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ആണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടും അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ ജിയോ ടാഗ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി, അധികം വെയിറ്റ് ഇല്ല, അതേപോലെ നല്ലൊരു എസ്തെറ്റിക് ലുക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസിലും ഈ പറഞ്ഞ ജിയോ ടാഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എയർ ടാഗ് മാത്രമല്ല ഈ പറഞ്ഞ ജിയോ ടാഗും യൂസ് ചെയ്തുകൊണ്ട് ആപ്പിൾ യൂസേഴ്സിന് ഇനി ട്രാക്കിംഗ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി ഈ ഒരു ജിയോ ടാഗിലുള്ള ബാക്കി ഫീച്ചേഴ്സ്, ഒന്നാമത്തെ ലെഫ്റ്റ് ബിഹൈൻഡ്. ഈ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കഫറ്റീരിയ കൊണ്ട് ജിയോ ടാഗ് വെച്ച് മറന്നുപോയി. ഞാനൊരു റേഡിയേഴ്സ് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ ഐഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, ഞാൻ ഈ ഒരു ടാഗ് വെച്ച് മറന്നു എന്ന്. ആ ഒരു ലെഫ്റ്റ് ബിഹൈൻഡ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ജിയോ ടാഗിൽ ലഭിക്കുന്നതാണ്. സോ ഞാൻ ആ ഒരു സ്പോട്ടിൽ നിന്ന് എൻ്റെ കഫറ്റീരിയ വരെ വരുമ്പോൾ കുറച്ചധികം സമയം എടുത്താലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ലോസ്റ്റ് മോഡ് എന്ന ഓപ്ഷനും ജിയോ ടാഗിൽ അവൈലബിൾ ആണ്. അടുത്ത എനിക്കിഷ്ടമുള്ള ഒരു ഫീച്ചറാണ് ഷെയറിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ സിസ്റ്ററിന് എൻ്റെ വണ്ടിയുടെ കീ കൊടുത്തു. ആ ഒരു വണ്ടിയുടെ കീ എവിടെയെങ്കിലും കൊണ്ടുവന്ന് സിസ്റ്റർ കളഞ്ഞു എന്ന് കരുതുക. എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ടാഗിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജിയോ ടാഗിൻ്റെ ലൊക്കേഷൻ എൻ്റെ സിസ്റ്ററിന് എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ സിസ്റ്ററിന് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കണ്ടുപിടിക്കാനും ആ ഒരു ലൊക്കേഷൻ യൂസ് ചെയ്ത് പറ്റും. ആ ഒരു കാര്യവും ജിയോ ടാഗിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത് വാങ്ങിക്കാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ തപ്പി അധികം കഷ്ടപ്പെടേണ്ട. സോ അവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക. ഒരു ഐഫോൺ യൂസർ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ജിയോ ടാഗ് എന്ന് പറയുന്നത്. പക്ഷേ ആപ്പിൾ എയർ ടാഗിൽ ഉള്ളതും ജിയോ ടാഗിൽ ഇല്ലാത്തതുമായ ഒരേ ഒരു കാര്യം, ആ ഒരു കാര്യമാണ് പ്രിസിഷൻ ഫൈൻഡിങ് എന്ന് പറയുന്നത്. എയർ ടാഗിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും കാണിച്ച് കറക്റ്റ് നമ്മുടെ ആ ഒരു ടാഗിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തും. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഈ പറഞ്ഞ ജിയോ ടാഗിൽ നമുക്കില്ല. ഞാൻ അത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ജിയോ ടാഗിന് 1500 രൂപയാണ് വരുന്നത്, എയർ ടാഗിന് 3500 രൂപ. 3000 രൂപ എക്സ്പെൻഡിച്ചർ വന്നാലും നമുക്ക് ജിയോ ടാഗ് 2 വാങ്ങിക്കാം. നിങ്ങൾക്ക് ഏത് വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങളുടെ തന്നെ ചൂസിങ് ആണ്. പക്ഷേ ഐഫോൺ യൂസർ ആണെങ്കിൽ ഈ ഒരു ടാഗ് നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആവും ഫോർ ഷുവർ. അത് ഞാൻ ഗ്യാരണ്ടി. കാരണം കീയൊക്കെ മറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പതിവുള്ളൊരു കാര്യമാണ്. ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് ജിയോ ടാഗ് എന്ന് പറയുന്നത്. ഇതേപോലുള്ള അടിപൊളി പ്രൊഡക്ട്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നു ഉറപ്പുവരുത്തുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടി നിങ്ങൾക്ക് അപ്ഡേഷൻസ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ടതാത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Yabin Xavier signing from Evica and have a nice day.